പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ വിവാദ ആഗോള താരിഫുകൾ US സുപ്രീം കോടതി റദ്ദാക്കി. പിന്നാലെ കോടതി വിധി മറികടക്കാനായി 150 ദിവസത്തേക്ക് പ്രാബല്യമുള്ള പുതിയ 10% ഗ്ലോബൽ താരിഫ് പ്രഖ്യാപിച്ച് ട്രംപും രംഗത്തെത്തി. ഈ താരിഫ് ഫെബ്രുവരി 24 മുതൽ പ്രാബല്യത്തിൽ വരും. തനിക്ക് നിയമപരമായി തന്നെ മറ്റു മാർഗങ്ങളുണ്ടെന്നും നയങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നുമാണ് ട്രംപ് ആവർത്തിക്കുന്നത്. ഇന്ത്യൻ വംശജൻ കൂടിയായ അമേരിക്കയിലെ മുൻ ആക്ടിംഗ് സോളിസിറ്റർ ജനറലായ നീൽ കത്യാലാണ് പരാതിക്കാർക്കായി കോടതിയിൽ ഹാജരായത്. 6-3 എന്ന ഭൂരിപക്ഷത്തിലാണ് US കോടതിയുടെ ചരിത്രപരമായ വിധി. അന്താരാഷ്ട്ര വ്യാപാര രംഗത്തും പ്രത്യേകിച്ച് ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്കും വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണിത്. നേരത്തെ 18% നിശ്ചയിച്ചിരുന്ന താരിഫ് ഇപ്പോൾ 10% കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. എങ്കിലും സ്റ്റീൽ, അലുമിനിയം തുടങ്ങിയ മേഖലകളിലെ പ്രത്യേക തീരുവകൾ നിലനിൽക്കും. ഇന്ത്യയുടെ വസ്ത്രം, മരുന്ന് കയറ്റുമതി രംഗത്തെ വ്യാപാരികൾക്ക് നിലവിലെ നീക്കം വലിയ ഗുണം ചെയ്യും. ട്രംപ് പറയുന്നത് ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിൽ മാറ്റമുണ്ടാകില്ല എന്നാണ്. എങ്കിലും പുതിയ സാഹചര്യത്തിൽ ഇന്ത്യക്ക് കൂടുതൽ ശക്തമായി വിലപേശാനുള്ള അവസരവും ഒരുങ്ങും. 1977 ഇൻ്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് ഉപയോഗിച്ചാണ് ട്രംപ് ഈ താരിഫുകൾ നടപ്പിലാക്കിയിരുന്നത്. എന്നാൽ ഈ നിയമം പ്രസിഡന്റിന് ഇറക്കുമതി തീരുവ ചുമത്താൻ അധികാരം നൽകുന്നില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നികുതി ചുമത്താനുള്ള അധികാരം ഭരണഘടനാപരമായി കോൺഗ്രസിനാണെന്നും പ്രസിഡന്റിന് അത് ഏകപക്ഷീയമായി ചെയ്യാൻ കഴിയില്ലെന്നും ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് തൻ്റെ വിധിയിൽ കുറിക്കുന്നുണ്ട്. ഇത് ട്രംപ് ഭരണകൂടത്തിന് ഏറ്റ വലിയ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ചുരുക്കത്തിൽ, നിയമ പോരാട്ടം അവസാനിക്കുന്നില്ല. കോടതി വിധി വ്യാപാര മേഖലയ്ക്ക് ആശ്വാസമാണെങ്കിലും ട്രംപിൻ്റെ പുതിയ നീക്കങ്ങൾ ആഗോള വിപണിയിൽ വീണ്ടും അനിശ്ചിതത്വം തുടരാൻ കാരണമാകും. വരും ദിവസങ്ങളിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകളിലും പുതിയ മാറ്റങ്ങൾ നിർണായക സ്വാധീനം ചെലുത്തുമെന്നാണ് കരുതുന്നത്.